ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ ഹ്യൂമൻസ് സിനിമയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ജോണറാണ് സൂപ്പർ ഹ്യൂമൻസിൻ്റേത്. മന്ത്രവാദികളിൽ തുടങ്ങി ഇന്ന് സൂപ്പർ ഹീറോസ് വരെ എത്തി നിൽക്കുന്ന വളരെ വിശാലമായ ഒരു ലോകം. ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനും അതേ രീതിയിൽ ബോറടിപ്പിക്കാനും പറ്റുന്ന കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്ന ഒരു ജോണറാണിത്. അതുകൊണ്ട് ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയ ഒരു സൂപ്പർ ഹ്യൂമൻ സിനിമ എന്നത് മരുഭൂമിയിലെ മഴ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ എല്ലാ കോണിൽ നിന്നും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയ ഒരു സിനിമയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. സാക്ഷാൽ മൈക്കൽ ജോർഡനും ഡെയ്ൻ ഡിഹാനും അടക്കം വൻ താരനിരയുടെ ജോഷ് ടാങ് അണിയിച്ചൊരുക്കിയ ക്രോണിക്കിൾസ്. സ്ഥിരം സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്ന് നമുക്കൊന്ന് മാറി നടക്കാം. അപ്പോൾ നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലായ ഫാസ്റ്റ് കട്ട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഇതുപോലത്തെ അടിപൊളി മൂവീസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് കട്ട്സ്. ഒരു പയ്യൻ ക്യാമറയിലൂടെ വീഡിയോ എടുക്കുന്നത് കാണിച്ചാണ് കഥ തുടങ്ങുന്നത്. അവനെ നമുക്ക് ആൻഡ്രൂ എന്ന് വിളിക്കാം. ആ ക്യാമറ കണ്ടോ, അതവൻ പുതുതായി വാങ്ങിയതാണ്. അവനിപ്പോൾ അവൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഉടനെ വീടിന് പുറത്തു നിന്നും അച്ഛൻ വിളിച്ചു പറയുന്നു, എടാ മോനെ വാതിൽ തുറക്കടാ. പക്ഷെ ആൻഡ്രൂ അച്ഛൻ വിളിച്ചു പറയുന്നത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവന് അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം അങ്ങനെ ഒരു കുടിയനായിരുന്നു. ഇപ്പോൾ പോലും കുടിച്ചു വന്നിട്ടാണ് കഥകിൽ മുട്ടുന്നത്. വാതിൽ തുറക്കാൻ വേണ്ടി അച്ഛൻ അവനോട് ചൂടാകുന്നു. അപ്പോൾ നിങ്ങൾ കുടിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് സുഖമില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങളിപ്പോൾ അകത്ത് കയറിയാൽ അമ്മയ്ക്ക് അസുഖം കൂടുകയുള്ളൂ എന്ന് ആൻഡ്രൂ പറയുന്നു. ശേഷം അവൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അവൻ്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ട്. അമ്മേ, ഞാനൊരു പുതിയ ക്യാമറ വാങ്ങി, ആൻഡ്രൂ സന്തോഷത്തോട് പറയുന്നു. അത് കണ്ട് അമ്മ സന്തോഷിക്കുന്നു. ഈ സീനിൽ കണ്ടോ, ഇതിൽ നമ്മുടെ ആൻഡ്രൂവിൻ്റെ മുഖം കാണിക്കുന്നില്ല, മറിച്ച് അവൻ്റെ കയ്യിലുള്ള ക്യാമറയിലെ സ്ക്രീനിൽ അമ്മയെ കാണിക്കുകയാണ്. അതാണ് നമ്മൾ ഈ സീനിൽ കാണുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സിനിമ മുഴുവനും ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കയ്യിലുള്ള ക്യാമറയിലൂടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ കഴിയും വരെ ഇതിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇനി ബാക്കി കഥ പറയുകയാണെങ്കിൽ ആൻഡ്രൂ റോഡിലേക്ക് ഇറങ്ങുന്നു. അവൻ്റെ കയ്യിൽ ഒരു ക്യാമറയുമുണ്ട്. അവൻ ആദ്യമായി വാങ്ങിയ ക്യാമറയല്ലേ, അതുകൊണ്ട് അവൻ എല്ലായിടത്തേക്കും ക്യാമറ കൊണ്ടുപോകും. ഉടനെ ഒരു കാർ വന്നവൻ്റെ മുന്നിൽ നിൽക്കുന്നു. അത് അവൻ്റെ കസിനായ മാറ്റിൻ്റെ കാറാണ്. അവൻ അതിൽ കയറുന്നു. അതിൽ മാറ്റും ഉണ്ടായിരുന്നു. അവർ അവരുടെ കോളേജിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ആൻഡ്രൂ അവനോട് ക്യാമറയിൽ നോക്കാൻ പറയുന്നു. എന്നിട്ട് മാറ്റ്, നീ ഈ ക്യാമറയിൽ നോക്കി എന്തെങ്കിലും പറ എന്ന് പറയുന്നു. ഓ, നീ പുതിയ ക്യാമറയൊക്കെ വാങ്ങിയല്ലോ, ഞാൻ എന്താ പറയേണ്ടത്, മാറ്റ് ചോദിക്കുന്നു. നീ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പറഞ്ഞു, ആൻഡ്രൂ പറയുന്നു. എങ്കിൽ ഞാനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞ് മാറ്റ് ഒരു പാട്ട് പാടുന്നു. പാട്ടിനകത്ത് അവൻ തലകുലുക്കി പല സ്റ്റെപ്പുകൾ ഇടുന്നതായും കാണാം. അങ്ങനെ അവർ അവരുടെ കോളേജിലെത്തുന്നു. അവർ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ആൻഡ്രൂ ആണെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥയെല്ലാം ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യുന്നു. പലരും അവൻ്റെ ക്യാമറ സ്ക്രീനിൽ മിന്നി മറയുന്നതായി കാണാം. അങ്ങനെ അവൻ അവിടെയെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുത്തൻ വന്ന് അവൻ്റെ ക്യാമറ തട്ടിമറിക്കുന്നു. അവൻ്റെ പേര് ഡിറ്റ്മൻ. അവൻ കോളേജിലെ ഒരു ജഗജിലിയാണ്. അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൻഡ്രൂവിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. എടാ കോപ്പേ, നീ പുതിയ ക്യാമറയൊക്കെ വാങ്ങിയല്ലോ, എന്നിട്ടെന്താ ഞങ്ങളെ കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞ് അവൻ ആൻഡ്രൂവിനെ തല്ലുന്നു. ശേഷം അവൻ ക്യാമറ നിലത്തെറിഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആൻഡ്രൂവിനാണെങ്കിൽ അവനെ കാണുന്ന തന്നെ കലിപ്പാണ്. അവിടെ നാട്ടിൽ ചെയ്താൽ ക്ലാസ് കഴിഞ്ഞ് ആൻഡ്രൂ മാറ്റും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ എടാ ആൻഡ്രൂ, ഇന്ന് രാത്രി നമ്മുടെ കോളേജിൽ പിള്ളേരുടെ ഒരു പാർട്ടിയുണ്ട്, നീയും എൻ്റെ കൂടെ വരണം, മാറ്റ് പറയുന്നു. പാർട്ടിയോ? അയ്യോ വേണ്ട, എനിക്ക് പാർട്ടിക്ക് പോയൊന്നും ശീലമില്ല, നിനക്ക് അറിഞ്ഞൂടെ, ആൻഡ്രൂ പറയുന്നു. ഞാൻ എപ്പോൾ വിളിച്ചാലും നീ ഇങ്ങനെയല്ല പറയാറ്, അതുകൊണ്ട് ഇന്ന് നീ എന്തായാലും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. പിന്നെ വരുമ്പോൾ ഈ ക്യാമറ ഒന്നും എടുക്കരുത്, മാറ്റ് പറയുന്നു. അതെന്താ, ക്യാമറ എടുത്താൽ? ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ വരാൻ സമ്മതിക്കുന്നത് തന്നെ, ആൻഡ്രൂ പറയുന്നു. എടാ, അവിടെ കുറേ പെമ്പിള്ളേരൊക്കെ ഉണ്ടാവും, നീ ഈ ക്യാമറയും തൂക്കി നടന്നാൽ നിനക്ക് ആരെയും സെറ്റാവില്ല, മാറ്റ് അവനെ ചെറുതായി ഉപദേശിക്കുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആൻഡ്രൂവിൻ്റെ സ്ട്രീറ്റിൽ 3 തെരുവ് റൗഡികളെ കാണുന്നു. ആൻഡ്രൂ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ്റെ ക്യാമറയിൽ അവർ ചെയ്യുന്നതെല്ലാം പതിയുന്നു. അവർ ആ ക്യാമറ കണ്ടപ്പോൾ, എടാ ചെറുക്ക, ആ ക്യാമറ അങ്ങ് ഓഫ് ചെയ്യും, ഞങ്ങളെങ്ങനും നീ വീഡിയോ എടുത്താൽ നിന്നെ ഞങ്ങൾ അടിച്ചു വരുത്തുമെന്നും പറഞ്ഞ് അവനോട് ചൂടാകുന്നു. അവിടെ നാട്ട് ചെയ്താൽ സമയം രാത്രിയായി. ആൻഡ്രൂ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്നു. ഉടനെ അവിടേക്ക് ഒരാൾ കയറി വന്ന് ആൻഡ്രൂവിനെ തല്ലുന്നു. അത് അവൻ്റെ അച്ഛനാണ്. തല്ലുന്നതിനിടയിൽ, ഞാൻ കതക് തുറക്കാൻ പറഞ്ഞാൽ നീ കതക് തുറക്കില്ലല്ലേ, ഇനി മേലാൽ നീ തുറക്കാതിരുന്നാൽ നിന്നെ ഞാൻ അടിച്ചു കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അയാൾ ആൻഡ്രൂവിനെ തല്ലുന്നു. രാവിലെ അച്ഛൻ കുടിച്ചു വന്നപ്പോൾ ആൻഡ്രൂ കതക് തുറക്കാതിരുന്നത് കാണിച്ചിരുന്നില്ലേ, അതിനുള്ള തല്ലാണ് അവൻ ഇപ്പോൾ കിട്ടുന്നത്. ശേഷം അച്ഛൻ അവിടെ നിന്നും പോകുന്നു. ഇതുകൊണ്ടൊക്കെയാണ് അവൻ അച്ഛനോട് ഭയങ്കര ദേഷ്യം. അവൻ വീണ്ടും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ തന്നെ ചെന്നിരിക്കുന്നു. അവിടെ നാട്ടിൽ ചെയ്താൽ ആൻഡ്രൂ തൻ്റെ മൂഡൊന്ന് മാറ്റാനായി മാറ്റിൻ്റെ കൂടെ പാർട്ടിക്ക് പോകുന്നു. ഒരു വലിയ ബിൽഡിങ്ങിൽ വെച്ചാണ് പാർട്ടി നടക്കുന്നത്. അവർ അകത്തേക്ക് കയറുന്നു. അകത്ത് വെച്ച്, എടാ ആൻഡ്രൂ, നീ ഇന്ന് ഡാൻസ് കളിക്കണം, എന്നാലും നിന്നെ വല്ല പെമ്പിള്ളേരൊക്കെ ശ്രദ്ധിക്കൂ എന്ന് മാറ്റ് പറയുന്നു. പക്ഷെ ആൻഡ്രൂവിന് അതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ക്യാമറയും തൂക്കി പിടിച്ച് ഓരോരുത്തരും ഡാൻസ് ചെയ്യുന്നതെല്ലാം ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവൻ അവിടെ ഒരു പെണ്ണിനെ കാണുന്നു.
അവളും ഇവനെ പോലെ കയ്യിൽ ക്യാമറയൊക്കെ പിടിച്ച് അവിടെയെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ നമുക്ക് കേസി എന്ന് വിളിക്കാം. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ക്യാമറയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്യാമറ ഇത് വലിയ മുന്തിയ ബ്രാൻഡാണ്, ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിയതാണിതെന്ന് ആൻഡ്രൂ പറയുന്നു. അവൻ പറയുന്നെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നു. കാരണം അവളും ഇവനെ പോലെ ഒരു ക്യാമറ പ്രാന്തിയാണ്. ശേഷം അവർ നന്നായി തന്നെ പരിചയപ്പെടുന്നു. നീ എന്താ ഷൂട്ട് ചെയ്യുന്നത്? കേസി ചോദിക്കുന്നു. ഞാൻ ചുമ്മാ നേരം പോക്കിന് വേണ്ടി ഇവിടുത്തെ ഡാൻസ് എല്ലാം ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. നീയും നേരം പോക്കിന് വേണ്ടിയാണോ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത്? ആൻഡ്രൂ ചോദിക്കുന്നു. അല്ല, എനിക്കൊരു ബ്ലോഗ് ഉണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യാനാണ്, നല്ല കാശ് കിട്ടും, അവൾ പറയുന്നു. അപ്പോൾ അവിടേക്ക് മാറ്റ് വരുന്നു. മാറ്റും കേസിയും ഒന്നിൽ പഠിക്കുന്ന കാലം മുതലേ ഫ്രണ്ട്സാണ്. എടി കേസി, ഇവൻ എൻ്റെ കസിനാണ്, ഇവന് നിന്നെ പോലെ ക്യാമറ പ്രാന്തനാണ്, മാറ്റ് പറയുന്നു. അതെനിക്ക് മനസ്സിലായി, ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടേ ഉള്ളൂ. പിന്നെ മാറ്റ്, ഈ പാർട്ടിയെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്നൊന്ന് പറഞ്ഞേ, കേസി പറയുന്നു. അവൻ പറയുന്നെല്ലാം കേസി ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി പരമ ബോറാണ്, ഇവിടെ നല്ല മ്യൂസിക്കും ഇല്ല, ഡ്രിങ്ക്സും ഇല്ല, പെൺപിള്ളേരും ഇല്ല, മാറ്റ് പാർട്ടിയെ കളിയാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. അടുത്ത സീനിൽ ആൻഡ്രൂ അവിടെ ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിനെ വീഡിയോ എടുക്കുന്നതായാണ് കാണിക്കുന്നത്. അവളുടെ ബോയ്ഫ്രണ്ട് ആൻഡ്രൂവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവനോട് ചൂടാകുന്നു. എൻ്റെ പെണ്ണിൻ്റെ വീഡിയോ എടുക്കാനും മാത്രം നിനക്ക് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞ് ആൻഡ്രൂവിനെ അവൻ തല്ലുന്നു. അവിടെ നാട്ട് ചെയ്താൽ ആൻഡ്രൂ പാർട്ടി ബിൽഡിങ്ങിൻ്റെ പുറത്തുള്ളൊരു കുറ്റിക്കാട്ടിലിരിക്കുന്നു. നേരത്തെ ഒരു പെണ്ണിൻ്റെ ബോയ്ഫ്രണ്ടിനെ കണ്ടിരുന്നില്ലേ? അവൻ തല്ലിയ ദേഷ്യത്തിലാണ് ആൻഡ്രൂ അവിടെ വന്നിരിക്കുന്നത്. ഉടനെ അവൻ്റെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നു. അവൻ്റെ പേര് സ്റ്റീവ്. അവൻ മാറ്റിൻ്റെ ഫ്രണ്ടാണ്. അവൻ ആദ്യമായാണ് ആൻഡ്രൂവിനെ കാണുന്നത്. ഹായ് ബ്രോ, നീയാണോ മാറ്റിൻ്റെ കസിനായ ആൻഡ്രൂ? സ്റ്റീവ് ചോദിക്കുന്നു. അതെ, നീ ആരാ? ആൻഡ്രൂ തിരിച്ചു ചോദിക്കുന്നു. ഞാൻ മാറ്റിൻ്റെ ഫ്രണ്ടാണ്, നിന്നെ കൊണ്ടുവരാൻ മാറ്റാണ് എന്നെ അയച്ചത്. എന്നിട്ട് മാറ്റ് എവിടെ? ആൻഡ്രൂ ചോദിക്കുന്നു. അവൻ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ കുറച്ച് അപ്പുറത്തൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്, നീയും വാ, നിനക്കും കാണിച്ചു തരാമെന്ന് സ്റ്റീവ് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് മാറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവർ കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാടെല്ലാം കണ്ട് ആൻഡ്രൂവിന് പേടി തോന്നുന്നുണ്ട്. നമ്മൾ ശരിക്കും എവിടേക്കാണ് പോകുന്നത്? ആൻഡ്രൂ ചോദിക്കുന്നു. അത് സർപ്രൈസാണ്, നമ്മളിപ്പോൾ എത്തും, നീ വേഗം വാ, സ്റ്റീവ് പറയുന്നു. അങ്ങനെ അവർ നടന്നൊരു മലഞ്ചെരുവിലെത്തുന്നു. അതിൻ്റെ താഴെ ഭാഗത്ത് മാറ്റ് അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആൻഡ്രൂവും സ്റ്റീവും അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെയാണെങ്കിൽ ഒരു വലിയ ഗുഹയുണ്ട്. എടാ ആൻഡ്രൂ, ഇത് കണ്ടോ? ഈ ഗുഹയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ? മാറ്റ് ഗുഹയിലേക്ക് ചെവി വെച്ച് പറയുന്നു. അപ്പോൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു തരം ശബ്ദം ആൻഡ്രൂ കേൾക്കുന്നു. അവനത് കേട്ട് പേടിച്ചു. അങ്ങനെ അവൻ അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. അപ്പോൾ സ്റ്റീവ് അവനെ തടയുന്നു. ആൻഡ്രൂ പോവല്ലേ, ഇതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല, സ്റ്റീവ് പറയുന്നു. ശേഷം സ്റ്റീവ് ഗുഹയിലേക്ക് എടുത്തു ചാടുന്നു. തൊട്ടു പിന്നാലെ മാറ്റും ചാടാൻ ഒരുങ്ങുന്നു. അപ്പോൾ മാറ്റ്, നീ ചാടരുത്, നമുക്ക് ഇവിടെ നിന്നും വേഗം പോകാം, എനിക്കെന്തോ പേടി പോലെ തോന്നുന്നു. ആൻഡ്രൂ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ എന്ന് പറഞ്ഞ് മാറ്റും ചാടി. ആൻഡ്രൂവിനാകെ പേടിയായി. പക്ഷെ ഒടുക്കം ആൻഡ്രൂവും അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ അവൻ അവരെ തിരിഞ്ഞു നടക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ അവരെ കാണുന്നു. ശേഷം അവർ ആ ഗുഹയ്ക്കുള്ളിലുള്ള ഒരു റൂമിലേക്ക് കയറുന്നു. അവിടെ എന്തോ പ്രകാശിക്കുന്നതായി അവർ കാണുന്നു. സ്റ്റീവ് അത് എന്താണെന്ന് ചെന്ന് നോക്കുന്നു. അത് വെള്ളാരങ്കല്ല് പോലെയുള്ളൊരു വലിയ കല്ലാണ്. ആ റൂമിലേക്ക് കയറിയപ്പോൾ മുതൽ ആൻഡ്രൂവിൻ്റെ ക്യാമറ ഇടയ്ക്കിടെ ബ്ലർ ആകുന്നതായി കാണാം. അങ്ങനെ സ്റ്റീവ് അവിടെയുള്ള ഒരു കല്ലിൽ തൊടുന്നു. പെട്ടെന്ന് ആ റൂം മുഴുവൻ ചുവപ്പ് ലൈറ്റ് കത്തുന്നു. എന്തോ അപകടം വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ സ്റ്റീവിൻ്റെ വായിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നു. അവൻ അവിടെ വെച്ച് മരിച്ചു വീഴുകയാണ്. അതുകൊണ്ട് മാറ്റും ആൻഡ്രൂവും നിലവിളിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള അവരുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ സ്റ്റീവ് മരിച്ചെന്ന് പറഞ്ഞില്ലേ? പക്ഷെ സത്യത്തിൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അന്ന് അവൻ ചോര തുപ്പി നിലത്ത് വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവർക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും അവർക്ക് ആർക്കും മനസ്സിലായില്ല. എങ്ങനെയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടതെന്നും അവർക്ക് ഓർമ്മയില്ല. അവരെല്ലാവരും ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പന്ത് കളിക്കുകയാണ്. പക്ഷെ അവർ ക്രിക്കറ്റും ഫുട്ബോളും ഒന്നല്ല കളിക്കുന്നത്. പന്ത് ഓരോരുത്തരുടെയും മുഖത്തെറിഞ്ഞ് കളിക്കുകയാണ്, ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെ. അങ്ങനെ അടുത്തതായി ആൻഡ്രൂവിന്റെ ഊഴം എത്തുന്നു. മാറ്റ് അവന്റെ നേരെ പന്തെറിയുന്നു. പക്ഷെ അത് അവന്റെ മുഖത്തെത്തിയില്ല. അവൻ അവന്റെ കണ്ണുകൾ കൊണ്ട് ആ പന്തിനെ വായുവിൽ നിശ്ചലമാക്കി നിർത്തുകയാണ്. ഇത് കണ്ടോ, അവൻ എന്തൊരു കഴിവുള്ള പോലെ തോന്നുന്നില്ലേ? അവന് മാത്രമല്ല, സ്റ്റീവിനും മാറ്റിനും ഇതുപോലെ കഴിവുകളുണ്ട്. അവർ പരസ്പരം പന്ത് എറിഞ്ഞുകൊണ്ട് ആ കഴിവ് പരിശീലിക്കുകയാണ്. അന്ന് അവർക്ക് ആ ഗുഹയിൽ വെച്ച് എന്തോ ഒരു കഴിവ് കിട്ടി. പക്ഷെ ആ കഴിവ് എങ്ങനെ കിട്ടിയെന്ന് അവർക്ക് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ മിന്നൽ മുരളി സിനിമയിൽ ടോവിനോയ്ക്ക് കിട്ടിയ കഴിവ് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു കഴിവാണ് അവർക്കും കിട്ടിയിട്ടുള്ളത്. ആൻഡ്രൂ പന്ത് നിശ്ചലമാക്കി നിർത്തുന്നത് കണ്ടിട്ട് മാറ്റും സ്റ്റീവും അവനെ അഭിനന്ദിക്കുന്നു. പൊളിച്ചു ആൻഡ്രൂ, നീ പൊളിച്ചടുക്കി, അവർ പറയുന്നു. അവിടെ നാട്ടിൽ ചെയ്താൽ അവർ മാറ്റിന്റെ വീട്ടിലിരിക്കുകയാണ്. മാറ്റ് ആണെങ്കിൽ തന്റെ ശക്തി ഉപയോഗിച്ച് നിലത്ത് പരന്നു കിടക്കുന്ന കളിക്കുന്ന കട്ടകളെല്ലാം നേരെയാക്കാൻ ശ്രമിക്കുന്നു. അവൻ എത്ര ശ്രമിച്ചിട്ടും അത് നേരെയാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോഴത് നമ്മുടെ ആൻഡ്രൂ അവന്റെ കഴിവ് ഉപയോഗിച്ച് സെക്കൻഡുകൾ കൊണ്ട് അത് നേരെയാക്കുന്നു. മാറ്റിനേക്കാളും സ്റ്റീവിനേക്കാളും കൂടുതൽ ശക്തി ആൻഡ്രൂവിനായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അങ്ങനെ അവർ ശരിക്കും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അടുത്ത ദിവസം വീണ്ടും ആ ഗുഹയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ ആ ഗുഹ ആരും മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഈ ഗുഹയ്ക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ച് അവർ അവിടെ നിൽക്കുകയായിരുന്നു. ഉടനെ അവിടേക്ക് കുറച്ച് പോലീസുകാർ വന്നു. അവർ അവരോട് അവിടെ നിന്നും പോകാൻ പറയുകയാണ്. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കഥയിൽ പറയുന്നില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ച് കാറിൽ പോകുന്നു. ആൻഡ്രൂ, നീ ഇങ്ങനെ എപ്പോഴും ഓരോന്ന് ഷൂട്ട് ചെയ്യുമല്ലോ, നീ ഒരു പ്രത്യേക ടൈപ്പാണല്ലേ, സ്റ്റീവ് ആൻഡ്രൂവിനോട് പറയുന്നു.
ക്യാമറ എന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു ഭാഗം പോലെ തന്നെയാണ്, ആൻഡ്രൂ പറയുന്നു. ശേഷം സ്റ്റീവ് ആൻഡ്രൂവിനോട് അവൻ്റെ ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. എൻ്റെ അച്ഛനൊരു നല്ല ജോലി ഉണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ജോലി സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് പണിയെടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒരു ഉപകാരവുമില്ല. അങ്ങേര് എപ്പോഴും കുടിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. എൻ്റെ അമ്മയാണെങ്കിൽ കാലങ്ങളായി രോഗം ബാധിച്ച് കിടപ്പിലാണ്. പക്ഷേ എൻ്റെ അച്ഛൻ അതൊരു വിഷയമേ അല്ല, ആൻഡ്രൂ പറയുന്നു. അപ്പോൾ ആൻഡ്രൂ, എൻ്റെ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചു കാലമേ എൻ്റെയും അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു പെണ്ണിനെ കണ്ടപ്പോൾ അമ്മയെ ഡിവോഴ്സ് ചെയ്ത് അദ്ദേഹം പോയി. അങ്ങനെ ഞങ്ങൾ പട്ടിണിയിലായി. എനിക്ക് എൻ്റെ അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, സ്റ്റീവ് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ആൻഡ്രൂ റൂമിലിരിക്കുന്നത് കാണിക്കുന്നു. അവന് എല്ലാ സാധനവും പറപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവൻ ക്യാമറ പറപ്പിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് പരീക്ഷിക്കുന്നു. അപ്പോൾ ക്യാമറ അവൻ്റെ നിയന്ത്രണത്തിലായി പതിയെ റൂം ചുറ്റും ഒന്ന് പറക്കുന്നു. അതുകൊണ്ട് അവൻ സന്തോഷിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ആൻഡ്രോനും സ്റ്റീവിനും മാറ്റിനും എന്തും അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്നതാണ്. അടുത്ത ദിവസം മാറ്റ് വായുവിലൂടെ ഒരു കല്ലെടുത്ത് പുഴയിലേക്ക് എറിയുന്നു. അപ്പോൾ അവിടേക്ക് ആൻഡ്രൂ വരുന്നു. അവൻ മാറ്റിനോട് തന്നെക്കുറിച്ച് പറയാൻ പറയുന്നു. മാറ്റ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ? എന്നിൽ വല്ല കുറവുമുണ്ടോ? ആൻഡ്രൂ ചോദിക്കുന്നു. അപ്പോൾ ആൻഡ്രൂ, എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. ചില സമയത്ത് നിന്റെ മൂഡ് നല്ലതായിരിക്കും, ചില സമയത്ത് നീ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് നിനക്കുള്ളത്. പക്ഷെ നീ എപ്പോഴും എൻ്റെ നല്ല കസിനാണ്. എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്, മാറ്റ് പറയുന്നു. അവിടെ നാട്ട് ചെയ്താൽ ആൻഡ്രൂവും സ്റ്റീവും കോളേജിൽ പോകുന്നു. അവർക്ക് എങ്ങനെയാണ് ആ കഴിവ് കിട്ടിയതെന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി. ഇതൊരു വൈബ്രേഷൻ മൂലമാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. ഒരു ടവർ വെച്ചാൽ അതിനു ചുറ്റും റേഞ്ച് ഉള്ളതുപോലെ നമ്മൾ വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമ്മുടെ ശക്തി അവിടെ മൊത്തം വ്യാപിക്കും, സ്റ്റീവ് പറയുന്നു. എന്നാലും ആൻഡ്രൂവിന് എങ്ങനെ കൂടുതൽ ശക്തി കിട്ടിയെന്ന സംശയം അവരിലുണ്ടായിരുന്നു. അങ്ങനെ അവർ മാറ്റിൻ്റെ കൂടെ സ്പോർട്സ് ഗാലറിയിൽ പോയിരിക്കുന്നു. അപ്പോൾ ആൻഡ്രൂ, ഇത് കറണ്ടിൻ്റെ എന്തോ കഴിവാണെന്ന് തോന്നുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ കഴിവ് നിനക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിന് കാരണം ഗുഹയിൽ വെച്ച് വൈബ്രേഷൻ വരുന്ന സമയത്ത് നിന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ലേ? ഒരു ഇരുമ്പിൻ്റെ സാധനം കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെക്കാൾ കൂടുതൽ വൈബ്രേഷൻ്റെ റേഞ്ച് നിനക്കാണ് കിട്ടിയത്. അതാണ് നിനക്ക് ശക്തി കൂടാനുള്ള കാരണമെന്ന് തോന്നുന്നുവെന്ന് മാറ്റ് പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ആൻഡ്രൂവിന് അവരെക്കാൾ കൂടുതൽ ശക്തി കിട്ടിയതെന്ന്? ശേഷം അവർ നെറ്റിൽ ഈ കഴിവിനെ കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നതെന്ന് വായിക്കുന്നു. അവിടുന്ന് കേട്ട് ചെയ്താൽ അവർ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു. അവർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അവിടെ ഓരോരോ തമാശകൾ ഒപ്പിക്കുന്നു. അത് അവർക്കൊരു എൻജോയ്മെന്റ് ആയിരുന്നു. കാരണം അവരിപ്പോഴും പഠിക്കുന്ന പിള്ളേരല്ലേ. അവർക്ക് ഈ തമാശയ്ക്ക് ഒരു ഹരമായിരുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവർ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നു. അവിടെ മാറ്റ് അവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് അവരോട് പറയുന്നു. നിങ്ങൾ കേട്ടോ, എനിക്കൊരു പോലീസ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ പഠിപ്പിനനുസരിച്ച് എനിക്ക് ഒരിക്കലും പോലീസ് ആവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു ശക്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിനേക്കാൾ വലിയൊരു രക്ഷകനാവാൻ എനിക്ക് കഴിയും, മാറ്റ് പറയുന്നു. അങ്ങനെ അവർ ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യങ്ങളിലൊക്കെ പറയുന്നു. അപ്പോൾ ആൻഡ്രൂ അവൻ്റെ പ്ലേറ്റിൽ കന്യാമറിയത്തിൻ്റെ ഫോട്ടോ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതൊരു സെർവൻറ്റിന് കാണിച്ചു കൊടുക്കുന്നു. ആ സെർവൻറ്റ് ആ ഫോട്ടോ കണ്ട് അവിടെ നിന്നും പേടിച്ചോടുന്നു. ശേഷം ഒരു സെർവൻറ്റ് അവിടെ പ്ലേറ്റുകളെല്ലാം എടുത്തു വെക്കുന്നത് ആൻഡ്രൂ കാണുന്നു. അവൻ ആ സെർവൻറ്റിലും ഒരു തമാശ ഒപ്പിക്കുന്നു. അങ്ങനെ പ്ലേറ്റ് നിലത്ത് വീണ് പൊട്ടി. ഇതെല്ലാം കാണിക്കുന്നത് ആൻഡ്രൂവിൻ്റെ കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ല എന്നതാണ്. അവൻ ഇപ്പോഴും എല്ലാം ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. റെസ്റ്റോറൻറ്റിന് പുറത്താണെങ്കിൽ ഒരു സ്ത്രീ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നു. അത് ആൻഡ്രൂവും സ്റ്റീവും കാണുന്നു. ആ സ്ത്രീ പോയ സമയം നോക്കി സ്റ്റീവ് അവൻ്റെ ശക്തി ഉപയോഗിച്ച് ആ കാർ അവിടെ നിന്നും നീക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തതിന് ശേഷം സ്റ്റീവിൻ്റെ മൂക്കിൽ നിന്നും ചോര വരുന്നു. അവനത് തുടച്ചു മാറ്റുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ 3 പേരുടെയും മൂക്കിൽ നിന്നും ചോര വരും. അത് അവരിൽ ആരെങ്കിലും എത്രത്തോളം ശക്തി പുറത്തെടുക്കുന്നു എന്നതിനനുസരിച്ച് അത്രത്തോളം ചോര പുറത്തേക്ക് വരും. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ആ സ്ത്രീ സാധനങ്ങളെല്ലാം വാങ്ങി വരുന്നു. പക്ഷെ അവൾ പാർക്കിങ്ങിൽ അവളുടെ കാർ കാണുന്നില്ല. അവൾ ചുറ്റും നോക്കുന്നു. അങ്ങനെ വേറൊരു സ്ഥലത്ത് അവളുടെ കാർ അവൾ കാണുന്നു. എൻ്റെ കാർ ആരാ ഇവിടെ വെച്ചത്? അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അത് കേട്ട് സ്റ്റീവും ആൻഡ്രൂവും പൊട്ടിച്ചിരിക്കുന്നു. അവിടെ നാട്ട് ചെയ്താൽ അവർ 3 പേരും കാറിൽ പോകുന്നു. പാർക്കിങ്ങിൽ നടന്ന ആ പെണ്ണിന്റെ തമാശ പറഞ്ഞാണ് അവർ പോകുന്നത്. ഉടനെ ഒരു ജീപ്പ് അവരുടെ പിന്നിൽ നിന്നും ഹോൺ അടിക്കുന്നു. ജീപ്പുകാരൻ എന്തോ ധൃതിയുണ്ട്. അയാൾ ഹോൺ അടിച്ച് അവരുടെ കാർ കുറച്ച് സൈഡ് കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ആൻഡ്രൂ ഇയാൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് തന്റെ ശക്തി ഉപയോഗിച്ച് ആ ജീപ്പിനെ തട്ടിത്തെറിപ്പിക്കുന്നു. ഉടനെ ജീപ്പ് കൺട്രോൾ തെറ്റി കൊക്കയിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് മാറ്റ് വണ്ടി നിർത്തുന്നു. ആൻഡ്രൂ, നീ എന്തു പണിയാ ചെയ്തത്? ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആൻഡ്രൂവിനോട് ചൂടാകുന്നു. ശേഷം അവർ ആ ജീപ്പ് പോയി നോക്കുന്നു. അത് പുഴയിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. സ്റ്റീവ് അതിലുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലേക്ക് എടുത്തു ചാടുന്നു. അതിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അയാളെ കരയിലേക്ക് കൊണ്ടുവരുന്നു. ഉടനെ മാറ്റ് പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു വരുത്തുന്നു. അവിടെ നട്ട് ചെയ്താൽ അവരെല്ലാവരും ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ്. മാറ്റ് ആണെങ്കിൽ ആൻഡ്രൂവിനെ കുറേ ചീത്ത പറയുന്നു. ആൻഡ്രൂ, നീ എല്ലാം ഒരു തമാശയാണ് ഇപ്പോഴും എടുക്കുന്നത്. നിന്റെ തമാശ കാരണം അയാളുടെ ജീവൻ പോയാനെ. നമ്മൾ ഇങ്ങനെയുള്ള ഒന്നിന് നമ്മുടെ കഴിവ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഇതിലൊരു നിയമം വെക്കണം. 1, നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല. 2, ദേഷ്യം വരുമ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കില്ല. 3, നമുക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് പരമരഹസ്യമായിരിക്കണം, മാറ്റ് പറയുന്നു. ആൻഡ്രൂവിന് മാറ്റ് പറഞ്ഞതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാലും അവരെല്ലാം ആ നിയമത്തിനോട് യോജിച്ചു. അടുത്ത ദിവസം ആൻഡ്രൂ മാറ്റിൻ്റെ കൂടെ എങ്ങോട്ടോ കാറിൽ പോകുന്നു.
മാറ്റ് അവനോട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്നോട് ദേഷ്യമാണോ എന്ന് ആൻഡ്രൂ ചോദിക്കുന്നു. ഏയ് അല്ലടാ, ഞാനിപ്പോൾ നമ്മൾ എന്തിനാണ് സ്റ്റീവ് വിളിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു, മാറ്റ് പറയുന്നു. ശരിയാണ്, സ്റ്റീവ് നമ്മളെ എന്തിനായിരിക്കും ഫാക്ടറിയിലേക്ക് വിളിപ്പിച്ചത്, ആൻഡ്രൂ ആലോചിക്കുന്നു. അങ്ങനെ അവർ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു ഫാക്ടറിയിൽ മുന്നിലെത്തുന്നു. അവർ അവിടെ സ്റ്റീവിനെയും തിരഞ്ഞു നടക്കുകയാണ്. സ്റ്റീവ്, നീ എവിടെയാ? ഞങ്ങൾ എത്തി എന്ന് മാറ്റ് പറയുന്നു. ഈ സമയം നോട്ട് സ്റ്റീവ് ആണെങ്കിൽ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏയ്, ഞാനിവിടെ ഉണ്ട്, സ്റ്റീവ് മുകളിൽ നിന്നും പറയുന്നു. അവർ സ്റ്റീവിനെ കണ്ട് അത്ഭുതപ്പെടുന്നു. സ്റ്റീവ്, നിനക്ക് പറക്കാൻ കഴിഞ്ഞോ? മാറ്റ് അത്ഭുതത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കും കഴിയും, ഒന്ന് ശ്രമിച്ചു നോക്ക്, സ്റ്റീവ് പറയുന്നു. അങ്ങനെ മാറ്റ് പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ നിലത്ത് വീണു. ഉടനെ ആൻഡ്രൂ, ഇനി ഞാനൊന്ന് പറക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് പറക്കലിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. അങ്ങനെ അവൻ പറന്ന് സ്റ്റീവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ അങ്ങനെ സന്തോഷിക്കുന്നു. ശേഷം മാറ്റിനും പറക്കാൻ കഴിയുന്നു. അങ്ങനെ അവർ 3 പേരും ആകാശത്തോട് ഒരുമിച്ച് പാറി പറക്കുന്നു. അവർ ആകാശത്ത് വെച്ച് പന്ത് കളിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു വിമാനം മാറ്റിന് നേരെ വരുന്നു. അതുകൊണ്ട് പേടിച്ച് മാറ്റിന്റെ കൺട്രോൾ പോകുന്നു. അവൻ നിലത്തേക്ക് വീഴാൻ പോവുകയാണ്. അതുകൊണ്ട് ആൻഡ്രൂവിന്റെയും സ്റ്റീവിന്റെയും കൺട്രോൾ പോകുന്നു. അങ്ങനെ അവർ 2 പേരും പരസ്പരം പിടിച്ച് ഒരുമിച്ച് നിലത്തേക്ക് വീഴുന്നു. ആൻഡ്രൂ ആണ് തന്നെ രക്ഷിച്ചതെന്ന് സ്റ്റീവിന് മനസ്സിലായി. സ്റ്റീവ് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആൻഡ്രൂ, നീ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ കൺട്രോൾ പോയപ്പോൾ ഞാൻ മരിച്ചു എന്ന് കരുതി, പക്ഷെ നീ എന്നെ പിടിച്ച് രക്ഷിച്ചു. ആൻഡ്രൂ, നീ എന്നെ ശരിക്കും രക്ഷിച്ചു, സ്റ്റീവ് പറയുന്നു. ഉടനെ മാറ്റും അവരുടെ അടുത്തേക്ക് ചാടി വരുന്നു. അപ്പോൾ മാറ്റ്, നീയും രക്ഷപ്പെട്ടു, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് സ്റ്റീവ് പറയുന്നു. അങ്ങനെ അവർ സന്തോഷിക്കുന്നു. സ്റ്റീവ് ക്യാമറയിലേക്ക് നോക്കി. നമ്മൾ ചരിത്രമുണ്ടാക്കി. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് ബ്രദേഴ്സിനെ പോലും കഴിയാത്ത കാര്യമാണ് മനുഷ്യന്റെ പറക്കാനുള്ള കഴിവ് കണ്ടെത്തുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ച് ചരിത്രം തിരുത്തി എന്ന് പറഞ്ഞ് സ്റ്റീവ് ആഹ്ലാദിക്കുന്നു. അന്ന് രാത്രി അവർ ഒരുമിച്ച് മാറ്റിന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നതായി കാണാം. പിന്നെ അവർ എവിടേക്കൊക്കെയോ ട്രിപ്പ് പോകണമെന്നൊക്കെ കോളേജിൽ വെച്ച് പ്ലാൻ ചെയ്യുന്നു. കാരണം അവർക്കിപ്പോൾ പറക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് പൈസ ചെലവില്ലാതെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. നമുക്ക് ടിബറ്റിലേക്ക് പോയാലോ, മാറ്റ് ചോദിക്കുന്നു. ശരിയാ, അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും, നമുക്ക് അവിടേക്ക് പോകാമെന്ന് ആൻഡ്രൂ പറയുന്നു. അങ്ങനെ അവർ എന്തെങ്കിലും ഒരു ദിവസം ടിബറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ അവർ കോളേജിലേക്ക് കാറൊന്നും കൊണ്ടുവരാറില്ല. എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വരാറും പോകാറും. എടാ, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, എനിക്ക് ഉടനെ പോകണമെന്ന് പറഞ്ഞ് മാറ്റ് അവരുടെ അടുത്തു നിന്നും പറന്നു പോകുന്നു. പക്ഷെ അമ്മയുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റ് പോയത് കേസിയുടെ വീട്ടിലേക്കായിരുന്നു. അവൻ അവളെ കാണാൻ വേണ്ടിയാണ് അവരോട് കള്ളം പറഞ്ഞ് അവിടേക്ക് പോകുന്നത്. മാറ്റ്, നീ എന്തിനാ വന്നതെന്ന് കേസി ചോദിക്കുന്നു. അപ്പോൾ മാറ്റ് കേസിക്ക് ഒരു എഴുത്ത് കൊടുക്കുന്നു. ഇത് ഞാൻ എഴുതിയൊരു വിവരണമാണ്, നിനക്കിത് നിന്റെ ബ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് മാറ്റ് ചോദിക്കുന്നു. അപ്പോൾ കേസി അത് വായിച്ചു നോക്കുന്നു. എന്നിട്ട്, ഇത് തീരെ പോരെ, നിനക്ക് കുറച്ചുകൂടി നന്നാക്കി എഴുതാൻ പറ്റുമോ? ഇത് വായിച്ചിട്ട് എനിക്ക് തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല. നീ ഇപ്പോൾ ആ പണ്ടത്തെ മാറ്റല്ല, നീ ആകെ ഉഴപ്പി നടക്കുകയാണ് മാറ്റ്, നീ മാറണം, കേസി പറയുന്നു. അങ്ങനെ അവൾ വാതിലടയ്ക്കാൻ നിൽക്കുന്നു. അപ്പോൾ മാറ്റ് അടയ്ക്കല്ലേ എന്ന് പറഞ്ഞ് വാതിലിൽ പിടിക്കുന്നു. എന്നിട്ട്, കേസി, എനിക്ക് പണ്ട് മുതലേ നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്താ എന്നെ തിരിച്ചും ഇഷ്ടപ്പെട്ടാലെന്ന് മാറ്റ് ചോദിക്കുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പോൾ നീ ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് കേസി അവനെ പറഞ്ഞു വയ്ക്കുന്നു. അവിടെ നട്ട് ചെയ്താൽ അവിടുത്തെ നഗരത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ആൻഡ്രൂവും സ്റ്റീവും ഒരുമിച്ചിരിക്കുന്നു. അവർ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൻഡ്രൂ ക്യാമറ സ്വയം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് സ്റ്റീവ് അത്ഭുതപ്പെടുന്നു. കൊള്ളാലോ, നിനക്ക് ഈ ശക്തി ഉണ്ടായതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാമല്ലേ, സ്റ്റീവ് അവനോട് ചോദിക്കുന്നു. ശേഷം, ഇന്ന് കോളേജിലെ ഫെസ്റ്റിവൽ അല്ലേ, നിനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് സ്റ്റീവ് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് പരിപാടിയൊന്നുമില്ല. എന്നാൽ നമുക്ക് ഒരുമിച്ച് വല്ല ഷോയും ചെയ്താലോ, സ്റ്റീവ് ചോദിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഫെസ്റ്റിവലിന് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പ്ലാൻ ഇടുന്നു. അന്ന് രാത്രി ഫെസ്റ്റിവലിന് വേണ്ടി ആൻഡ്രൂ നല്ലപോലെ ഒരുങ്ങുന്നു. അങ്ങനെ അവൻ കോളേജിലേക്ക് പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങി. അപ്പോൾ അച്ഛൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ഇപ്പം എങ്ങനെയാ കോളേജിലേക്ക് പോകാറ്, അച്ഛൻ ചോദിക്കുന്നു. ഞാൻ മാറ്റിൻ്റെ കൂടെ പോകാറ്, അവൻ പറയുന്നു. അല്ല, നീ കള്ളം പറയുകയാണ്, മാറ്റ് ഇപ്പോൾ ഇവിടെ വരാറില്ല, നീ എന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ നിനക്ക് വേണം, അച്ഛൻ പറയുന്നു. സത്യത്തിൽ ആൻഡ്രൂ ഇപ്പോൾ പറന്നാണ് കോളേജിലേക്ക് പോകാറ്. മാറ്റും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മാറ്റിനെ കാണാത്തതിനാൽ അച്ഛൻ ആൻഡ്രൂവിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. അവിടെ നട്ട് ചെയ്താൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഫെസ്റ്റിവൽ പരിപാടി നടക്കുന്നു. മാറ്റാണെങ്കിൽ അവിടുത്തെ പരിപാടിയെല്ലാം വീഡിയോ എടുക്കുന്നു. അവനെ കണ്ട് കേസി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മാറ്റ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, അവൾ ചോദിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പരിപാടി ഉണ്ട്, ഞാനത് വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെന്ന് അവൻ പറയുന്നു. ഉടനെ സ്റ്റീവ് സ്റ്റേജിലേക്ക് വരുന്നു. മാറ്റ് അത് ഷൂട്ട് ചെയ്യുന്നു. കൂട്ടുകാരെ, ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മാജിക് ഷോ ആണ്, ഒരു അഡാറ് മാജിക് ഷോ. നിങ്ങൾക്കത് കാണാൻ ആഗ്രഹമില്ലേ, സ്റ്റീവ് ഓഡിയൻസിനോട് ചോദിക്കുന്നു. ഉണ്ട് എന്ന് പറഞ്ഞവർ കൈയടിക്കുന്നു. അങ്ങനെ സ്റ്റീവ് ആൻഡ്രൂവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ്രൂ പതിയെ സ്റ്റേജിലേക്ക് വരുന്നു. അങ്ങനെ അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചീട്ടുകളൊക്കെ എടുത്ത് മാജിക്കുകൾ കാണിക്കാൻ തുടങ്ങി. അതുപോലെ അവൻ പല പല മാജിക് ഐറ്റംസും അവിടെ കാണിക്കുന്നു. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ആൻഡ്രൂവിന് മാജിക് അറിയാമെന്ന് കരുതി ആൻഡ്രൂ എന്ന് വിളിച്ച് കൈയടിക്കുന്നു. സത്യത്തിൽ അവൻ അവൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതാർക്കും അറിയുകയുമില്ല. അങ്ങനെ മാജിക് എല്ലാം കഴിഞ്ഞ ശേഷം അവർ ഒരു പാർട്ടി ഹൗസിലേക്ക് കാറിൽ പോകുന്നു. എടാ, നീ പൊളിച്ചു, എല്ലാവരും നിന്റെ മാജിക് കണ്ട് അമ്പരന്നിരുന്നു, നീ പൊളിച്ചടിക്കുമൊത്തേ, മാറ്റ് ആഹ്ലാദത്തോടെ ആൻഡ്രൂവിനോട് പറയുന്നു. അങ്ങനെ അവർ പാർട്ടി ഹൗസിൽ എത്തുന്നു. ആൻഡ്രൂവിന്റെ മാജിക് കണ്ട് എല്ലാവരും ഇപ്പോൾ അവർ ഫാനായി മാറിയിട്ടുണ്ട്. എല്ലാവരും അവന് കൈ കൊടുത്ത് പരിചയപ്പെടുന്നു. അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നു. ആൻഡ്രൂ ഇപ്പോൾ കോളേജിൽ ഒരു സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ചുവന്ന മുടിക്കാരി അവന്റെ അടുത്തേക്ക് വരുന്നു. അവൾ അവനോട് പരിചയപ്പെടുന്നു. അവളുടെ പേര് മോനിക്ക എന്നാണ്.
ഞാൻ നിന്റെ മാജിക്കൊക്കെ കണ്ടു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മജീഷ്യൻ നീ തന്നെയാണെന്നെല്ലാം പറഞ്ഞ് അവൾ അവനോട് കൊഞ്ചിക്കൊഴിയുന്നു. ശേഷം അവർ ഗ്ലാസ്സിൽ ബോൾ ഇട്ട് കളിക്കുന്നു. കളിയിൽ ആൻഡ്രൂ വിജയിക്കുന്നു. അപ്പോൾ അവൾ അവനെ കിസ് ചെയ്യുന്നു. അടുത്ത സീനിൽ മാറ്റ് ആൻഡ്രൂവിനെ അന്വേഷിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. സ്റ്റീവ്, നീ ആൻഡ്രൂവിനെ കണ്ടു? അവൻ എവിടെ പോയി? മാറ്റ് സ്റ്റീവിനോട് ചോദിക്കുന്നു. അവനെ ചുവന്ന മുടിക്കാരിയുമായി മുകളിലത്തെ റൂമിലേക്ക് പോയിട്ടുണ്ട്, സ്റ്റീവ് പറയുന്നു. അപ്പോൾ മാറ്റ് ക്യാമറയിൽ നോക്കി ആൻഡ്രൂവിനോട് പറയും പോലെ പറയുന്നു. ആൻഡ്രൂ, നീ ഒരു പെണ്ണിനെ കണ്ടെത്തിയെന്ന് കേട്ടു. ഇനി നീ നിന്റെ ജീവിതം അടിച്ചു പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ് മാറ്റ് അവനെ അഭിനന്ദിക്കുന്നു. ഉടനെ കേസി അവൻ്റെ അടുത്തേക്ക് വരുന്നു. ഇനി എന്താ പരിപാടി? അവൾ ചോദിക്കുന്നു. ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ നടക്കണം. പിന്നെ കേസി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കാറുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ എന്താ നീ എന്നോട് ഒട്ടും മടുപ്പം കാണിക്കാത്തത്? മാറ്റ് സങ്കടത്തോട് ചോദിക്കുന്നു. മാറ്റ്, നീ കുടിച്ചത് ഓവറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയാലോ? നിന്റെ മൂഡൊന്ന് മാറിക്കോളുമെന്ന് കേസി പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ആൻഡ്രൂവിൻ്റെ ക്യാമറ സ്റ്റീവിൻ്റെ കയ്യിലാണുള്ളത്. അവൻ ആൻഡ്രൂവും ആ ചുവന്ന മുടിക്കാരി പെണ്ണും റൂമിൽ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പോവുകയാണ്. പെട്ടെന്ന് മോനിക്ക റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവൾ ആൻഡ്രൂവിനെ തെറി വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്താ സംഭവം? എന്താ ഉണ്ടായതെന്ന് സ്റ്റീവ് അവളോട് ചോദിക്കുന്നു. അവൾ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സ്റ്റീവ് ആൻഡ്രൂവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ആൻഡ്രൂ ആണെങ്കിൽ എന്തോ മൂഡ് ഓഫിൽ ബെഡിൽ ചാരി നിൽക്കുകയാണ്. ആൻഡ്രൂ, എന്തു പറ്റി? സ്റ്റീവ് ചോദിക്കുന്നു. അപ്പോൾ ആൻഡ്രൂ അവനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ചൂടാകുന്നു. ആൻഡ്രൂവിനാണെങ്കിൽ മോനിക്കയുടെ നഗ്ന ബോഡി കണ്ട് ഛർദ്ദിക്കാൻ വന്നിരുന്നു. അതിൽ ദേഷ്യപ്പെട്ടാണ് മോനിക്ക ഇറങ്ങിപ്പോയതും ആൻഡ്രൂ സ്റ്റീവിനോട് ചൂടായതും. അവിടുന്ന് കട്ട് ചെയ്താൽ ആൻഡ്രൂവിൻ്റെ അച്ഛൻ വീട് മുഴുവൻ കാശ് തപ്പുന്നതായി കാണാം. അവൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള കാശ് പോലും ഇപ്പോൾ അവരുടെ അടുത്തില്ല. അങ്ങനെ അവൻ്റെ അച്ഛൻ കാശ് തപ്പുന്നതിനിടയിൽ ആൻഡ്രൂവിൻ്റെ ക്യാമറ കാണുന്നു. അതിൻ്റെ പേരിൽ ആൻഡ്രൂവിനോട് ചൂടാകുന്നു. നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള കാശ് പോലും ഇവിടെ ഇല്ല, എന്നിട്ടാണോ നീ ഇത്രയും പണം ചിലവാക്കി ഒരു വലിയ ക്യാമറ വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ അച്ഛൻ അവനെ കലി കയറ്റുന്നു. ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് വാങ്ങിയത്, അല്ലാതെ നിങ്ങളുടെ കാശ് കൊണ്ടല്ലല്ലോ, ആൻഡ്രൂ തിരിച്ചു പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമാകുന്നു. വഴക്കിനിടയിൽ ആൻഡ്രൂ അച്ഛനെ തെറി വിളിക്കുന്നു. അത് കേട്ട് നീ എന്താ വിളിച്ചതെന്ന് പറഞ്ഞ് അച്ഛൻ അവനെ പൊതിരെ തല്ലുന്നു. നമ്മുടെ ആൻഡ്രൂ ചുമ്മാ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? അവനും അച്ഛനെ തിരിച്ചടിക്കുന്നു. അവനിപ്പോൾ ശക്തിയുള്ളൊരു മനുഷ്യനല്ലേ? അവൻ അച്ഛനെ അടിച്ച് നിലത്തെറിയുന്നു. ഈ സമയം മാറ്റ് കേസിയുടെ വീട്ടിലായിരുന്നു. മാറ്റിന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്ക് എന്താ പറ്റിയതെന്ന് അവൾ ചോദിക്കുന്നു. ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞ് മാറ്റ് അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിക്കുന്നു. അവളാണെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നു. കാരണം അവൾ അവനുമായി സെക്സ് ചെയ്തതിനാൽ വസ്ത്രമൊന്നും ഇടാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആൻഡ്രൂ അച്ഛനോട് ദേഷ്യം പിടിച്ച് സ്ഥിരം പോകാറുള്ള സിറ്റിയിലെ വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്നിരിക്കുന്നു. ഉടനെ സ്റ്റീവ് അവൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നു. ആൻഡ്രൂ, നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്താ പറ്റിയതെന്ന് അവൻ ചോദിക്കുന്നു. നീ എന്നെ എങ്ങനെ കണ്ടെത്തിയത്? ആൻഡ്രൂ ആശ്ചര്യത്തോട് ചോദിക്കുന്നു. അറിയില്ല, നീ കരയുന്നത് എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് സ്റ്റീവ് പറയുന്നു. അവർ 3 പേരിൽ ആരെങ്കിലും കരഞ്ഞാലോ ദേഷ്യപ്പെട്ടാലോ എല്ലാം ബാക്കിയുള്ള 2 പേർക്കും അറിയാൻ കഴിയുമായിരുന്നു. അതും അവർക്ക് ലഭിച്ചൊരു കഴിവ് തന്നെയായിരുന്നു. അങ്ങനെ സ്റ്റീവ്, നീ ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്നും പോ, ആൻഡ്രൂ ഇത്തിരി കനത്തിൽ പറയുന്നു. പക്ഷെ സ്റ്റീവ് പോവാൻ തയ്യാറായില്ല. നീ കാര്യം പറ ആൻഡ്രൂ, നിനക്ക് എന്ത് പറ്റി? സ്റ്റീവ് ചോദിക്കുന്നു. അപ്പോൾ ആൻഡ്രൂ അവനോട് ചൂടാകുന്നു. ഒന്ന് ഇറങ്ങിപ്പോടാ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം, ആൻഡ്രൂ പറയുന്നു. പക്ഷെ സ്റ്റീവ് കാര്യം അറിയാതെ പോകില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. ആ സമയം അവിടെ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇടിമിന്നലെല്ലാം ചീറിപ്പായുന്നത് കാണാം. സ്റ്റീവിൻ്റെ ശല്യം സഹിക്കാനാവാതെ ആൻഡ്രൂ ഒരു ഇടിമിന്നൽ സ്റ്റീവിൻ്റെ മേലേക്ക് ആക്കുന്നു. മിന്നലേറ്റ് സ്റ്റീവ് നിലത്ത് മരിച്ചു വീണു. അവിടുന്ന് കട്ട് ചെയ്താൽ സ്റ്റീവിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നു. ചടങ്ങിൽ മാറ്റും ആൻഡ്രൂവും ഉണ്ട്. മാറ്റാണെങ്കിൽ ആൻഡ്രൂവിനെ തന്നെ നോക്കി നിൽക്കുന്നു. ആൻഡ്രൂ ആണ് സ്റ്റീവിനെ കൊന്നതെന്നൊരു സംശയവും അവനുണ്ട്. ശേഷം ആൻഡ്രൂ, ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാനിത്? മാറ്റ് ചോദിക്കുന്നു. എനിക്ക് ആരുടെയും കോൾ എടുക്കാനൊന്നും തോന്നില്ല, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണമെന്ന് അവൻ പറയുന്നു. എനിക്ക് നിന്നോട് സ്റ്റീവിൻ്റെ കാര്യം സംസാരിക്കാനുണ്ട്. നീ ആദ്യം നിന്റെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യും, മാറ്റ് പറയുന്നു. ഇല്ല, ക്യാമറ ഞാൻ ഓഫ് ചെയ്യില്ല, ആൻഡ്രൂ പറയുന്നു. അപ്പോൾ മാറ്റ് ക്യാമറ ഓഫ് ചെയ്യാൻ തുനിയുന്നു. പക്ഷെ എത്രയായിട്ടും ആൻഡ്രൂ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ ക്യാമറയ്ക്ക് വേണ്ടി പിടിയും വലിയും കൂടുന്നു. ഉടനെ ആൻഡ്രൂ ക്യാമറ വായുവിൽ പറപ്പിക്കുന്നു. അതുകൊണ്ട് മാറ്റ് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. ഇത് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് മാറ്റ് ചുറ്റും നോക്കുന്നു. നീ എന്താ ചെയ്യുന്നത്? ഇത് ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവും. നമ്മൾ നമ്മുടെ കഴിവുകളൊക്കെ രഹസ്യമാക്കി വെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞ് മാറ്റ് അവനോട് ചൂടാകുന്നു. ആൻഡ്രൂ മാറ്റ് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ ക്യാമറയെ പിടിച്ച് അവിടെ നിന്നും പറന്നു പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഒരു ദിവസം ആൻഡ്രൂ ആരുമില്ലാത്ത സമയം നോക്കി സ്റ്റീവിന്റെ കല്ലറയിലേക്ക് പോകുന്നു. എന്നിട്ട് അവൻ സ്റ്റീവിനോട് ക്ഷമാപണം നടത്തുന്നു. സോറി സ്റ്റീവ്, എനിക്ക് നിന്നെ കൊല്ലണമെന്നില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ നിന്നെ നിന്റെ മേലേക്ക് ആക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം അവൻ അവർക്ക് ശക്തി കിട്ടിയ ഗുഹയിലേക്ക് പോകുന്നു. അവിടെ ആരും മണ്ണിട്ട് മൂടിയെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ അവിടെ പുല്ലുകളും മുളച്ചിട്ടുണ്ട്. ശരിക്കും അവർക്ക് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിരുന്നു ആൻഡ്രൂ അവിടേക്ക് ചെന്നത്. പക്ഷെ അവനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അവൻ കോളേജിൽ പോകുന്നു. അപ്പോൾ ഡിറ്റ്മൻ ഛർദ്ദിക്കുന്നത് പോലെ കാണിച്ച് അവനെ കളിയാക്കുന്നു. മോനിക്കുമായി സെക്സ് ചെയ്യുമ്പോൾ ആൻഡ്രൂവിന് ഛർദ്ദിക്കാൻ വന്ന കാര്യം ഇപ്പോൾ കോളേജിൽ മുഴുവൻ പാട്ടായി. അത് കാണിച്ചാണ് ഡിറ്റ്മൻ അവനെ കളിയാക്കുന്നത്. അത് ആൻഡ്രൂവിന് സഹിച്ചില്ല. അവൻ ശക്തി ഉപയോഗിച്ച് ഡിറ്റ്മന്റെ പല്ല് വരച്ചെടുക്കുന്നു.
ഡിറ്റ്മാൻ ചോര വാർന്ന് നിലത്ത് വീഴുന്നു. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ആൻഡ്രുവിൻ്റെ സ്വഭാവം പതിയെ മാറി തുടങ്ങിയെന്നതാണ്. അവനിപ്പോൾ അവൻ്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്നില്ല. അവന് ദേഷ്യം തോന്നുന്നവരെയെല്ലാം അവൻ ഉപദ്രവിക്കും. കോളേജിൽ നടന്ന സംഭവം പറഞ്ഞ് മാറ്റ് ആൻഡ്രുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ആൻഡ്രു ബാഗ് എടുത്ത് പുറത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ആൻഡ്രു, ഇന്ന് കോളേജിൽ എന്താ സംഭവിച്ചത്? മാറ്റ് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നു. ഇന്ന് എന്താ സംഭവിച്ചതെന്ന് പറയാതെ നിന്നെ ഞാൻ എവിടേക്കും വിടില്ല, മാറ്റ് പറയുന്നു. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ആൻഡ്രു ശബ്ദമുയർത്തുന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുന്നു. മാറ്റ് അവനെ തല്ലാനൊരുങ്ങുന്നു. ആൻഡ്രു തന്റെ ശക്തി കൊണ്ട് മാറ്റിനെ തടഞ്ഞു നിർത്തി. അങ്ങനെ ആൻഡ്രുവിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി മാറ്റ് ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോകുന്നു. ശേഷം ആൻഡ്രു മരുന്ന് ഷോപ്പിൽ പോകുന്നു. പണം തരാതെ നിന്റെ അമ്മയ്ക്കുള്ള മരുന്നുകൾ ഇനി ഞാൻ തരില്ല എന്ന് പറഞ്ഞു മരുന്ന് കച്ചവടക്കാരൻ അവൻ അവിടെ നിന്നും മടക്കി അയക്കുന്നു. അങ്ങനെ അവൻ അമ്മയ്ക്ക് മരുന്നിന് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ മോഷ്ടിക്കാൻ ഇറങ്ങി. അവൻ വീട്ടിൽ ചെന്നൊരു പ്രത്യേകതരം വസ്ത്രം ധരിക്കുന്നു. എന്നിട്ട് അവനെ തിരിച്ചറിയാതിരിക്കാൻ മുഖത്ത് മാസ്കും വെച്ചു. അങ്ങനെ അവൻ അവൻ്റെ സ്ട്രീറ്റിലുള്ള തെരുവ് റൗഡികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഹലോ, നിങ്ങളുടെ കയ്യിലുള്ള പണമെല്ലാം എടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെയെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തുന്നു. അവൻ്റെ സംസാരശൈലി കേട്ടിട്ട് അവർക്ക് അവൻ ആരാണെന്ന് മനസ്സിലാകുന്നു. എടാ, നീ ആ ആൻഡ്രു അല്ലേ? മാസ്ക് ധരിച്ചാൽ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാവില്ലെന്ന് കരുതിയോ, ചീള് ചെക്കാന്ന് പറഞ്ഞ് അവർ അവനെ കളിയാക്കുന്നു. അത് കേട്ട ആൻഡ്രുവിന് ദേഷ്യം വന്നു. അവൻ ശക്തി ഉപയോഗിച്ച് ഓരോരുത്തരെയും തല്ലി. അതുകൊണ്ട് എല്ലാവരും അവനെ പേടിച്ചു ഓടുന്നു. പക്ഷെ അവൻ അവരുടെ എല്ലാം പിന്നാലെ ചെന്ന് അവരെല്ലാം കൊല്ലുന്നു. ശേഷം അവൻ അവരുടെ പണമെല്ലാം പോക്കറ്റ് അടിക്കുന്നതായും കാണാം. അങ്ങനെ അവൻ കിട്ടിയ പൈസയെല്ലാം എണ്ണി നോക്കുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് അവൻ അറിയാം. എന്നാലും അവൻ ഇതുകൊണ്ടൊന്നും മോഷണം നിർത്തിയില്ല. അവൻ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ഒരു കടയിലേക്ക് കയറി ചെല്ലുന്നു. കടമുതലാളി തള്ളിയിട്ട് പണം മോഷ്ടിക്കുന്നു. തൻ്റെ അമ്മയുടെ മരുന്നിനുള്ള പണത്തിന് വേണ്ടിയാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവൻ അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോൾ കടമുതലാളി ഒരു തോക്കെടുത്ത് അവൻ്റെ പിന്നാലെ ചെല്ലുന്നു. അത് കണ്ട് ആൻഡ്രു അയാളുടെ തോക്ക് തട്ടി മാറ്റുന്നു. ഉടനെ ആ തോക്കിൽ നിന്നും വെടി പൊട്ടുകയും അത് പെട്രോൾ പമ്പിൻ്റെ കുറ്റിയിലേക്ക് തട്ടുകയും ചെയ്യുന്നു. അതുമൂലം അവിടെ മൊത്തം തീ ആളിക്കത്തുന്നു. അതിൽ ആൻഡ്രുവിനെ പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ നാട്ടി ചെയ്താൽ ആൻഡ്രുവിൻ്റെ അച്ഛനെ പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ്രു ഇപ്പോൾ പരിക്ക് മൂലം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. കൊലക്കുറ്റത്തിനും മോഷണത്തിനും അവൻ്റെ പേരിൽ കുറച്ച് കേസുകളും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആശുപത്രി നിറയെ പോലീസുകാർ നിൽക്കുന്നത്. ആൻഡ്രു ഒരു റൂമിൽ കിടക്കുകയാണ്. അവൻ്റെ ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അച്ഛൻ അവൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട്, എടാ മോനെ, നീ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിന്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ? മരുന്ന് കിട്ടാത്തതുകൊണ്ട് അവൾ മരിച്ചുപോയി എന്ന് പറയുന്നു. ശേഷം അയാൾ അവനോട് ചൂടാകുന്നതായി കാണാം. എല്ലാം നീ കാരണമാണ്, നീ കാരണം മാത്രം. നിന്റെ തള്ള മരിച്ചു. അവൾ മരിക്കുമ്പോൾ നീ അവളുടെ കൂടെ ഉണ്ടാവണമായിരുന്നു. പക്ഷെ നീ എന്താ ചെയ്തത്? നീ ഇപ്പോൾ മോഷണം നടത്തി എൻ്റെ പേര് കൂടി കളഞ്ഞു ഒളിച്ചു എന്നെല്ലാം പറഞ്ഞ അയാൾ അവനോട് ചൂടാകുന്നു. ആൻഡ്രു കോമയിൽ കിടക്കുന്ന പോലെ കിടക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് അച്ഛൻ്റെ കയ്യിൽ പിടിക്കുന്നു. ഉടനെ റൂം പൊട്ടിത്തെറിക്കുന്നു. ഇതേ സമയം നമ്മുടെ മാറ്റ് കേസിയുടെ കസിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിലായിരുന്നു. ഉടനെ അവൻ്റെ മൂക്കിൽ നിന്നും ചോര വരുന്നു. അവൻ അത് തുടയ്ക്കാൻ പോകുന്നു. കേസി അത് കാണുന്നു. ഇന്ന് നിന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ടല്ലോ, എന്താ ഇങ്ങനെ എപ്പോഴും വരുന്നത്? അവൾ ചോദിക്കുന്നു. ഇപ്പോൾ ആൻഡ്രുവിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? എനിക്കത് കേൾക്കാൻ കഴിയും. എനിക്ക് ഉടനെ അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മാറ്റ് കാർ എടുത്ത് അവിടെ നിന്നും പോകുന്നു. കേസിയും അവൻ്റെ കൂടെ പോകുന്നു. പോകുന്ന വഴിയിൽ വെച്ച് എന്ത് പറ്റി, എന്താ സംഭവം എന്നല്ല കേസി അവനോട് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് അവൻ ആൻഡ്രു നിൽക്കുന്ന ആശുപത്രിയിലേക്ക് കാർ ഓടിച്ചിട്ട് പോകുന്നു. ഈ സമയം ആശുപത്രിയുടെ മുന്നിലാണെങ്കിൽ ജനങ്ങളും മീഡിയക്കാരും പോലീസുകാരും നിറഞ്ഞിരിക്കുകയാണ്. ഉടനെ ആൻഡ്രു മുകളിൽ നിന്ന് അച്ഛനെ താഴേക്ക് തള്ളിയിടുന്നു. പെട്ടെന്ന് തന്നെ മാറ്റ് പറന്നു ചെന്ന് അച്ഛനെ രക്ഷിക്കുന്നു. ശേഷം ആൻഡ്രു അവിടെ നിന്നും എങ്ങോട്ടോ പോകുന്നു. അതുകൊണ്ട് മാറ്റ് കാർ ഓടിച്ച് അവൻ്റെ പിന്നാലെ ചെല്ലുന്നു. കൂടെ കേസിയും. മാറ്റ്, നീ എങ്ങനെ അയാളെ രക്ഷിച്ചത്? ശരിക്കും നിനക്ക് എന്താ പറ്റിയത്? അവൾ ആശ്ചര്യത്തോട് ചോദിക്കുന്നു. എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പോൾ നീ എന്നോടൊന്നും ചോദിക്കരുത്. എനിക്ക് ആദ്യം ആൻഡ്രുവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മാറ്റ് സ്പീഡിൽ കാർ ഓടിക്കുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ട് അവൻ്റെ കാർ വേറെ വണ്ടിയുമായി കൂട്ടിയിടിക്കുന്നു. ഉടനെ ആൻഡ്രു അവരുടെ കാർ പറപ്പിക്കുന്നു. അതെല്ലാം കണ്ട് കേസി പേടിക്കുന്നു. മാറ്റ്, നീ എന്താ ചെയ്യുന്നത്? എന്നെ താഴെ ഇറക്കുക, അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അത് മാറ്റാണ് ചെയ്യുന്നതെന്നായിരുന്നു കേസി കരുതിയിരുന്നത്. അപ്പോൾ കേസി, ഇത് ഞാനല്ല ചെയ്യുന്നത്, ആൻഡ്രു ആണ്, അവൻ പറയുന്നു. ശേഷം കാറ് നിലത്ത് വീഴുന്നു. അവർ എങ്ങനെയൊക്കെയോ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. പിന്നെ അങ്ങോട്ട് ആൻഡ്രുവും മാറ്റും തമ്മിലുള്ള തല്ലാണ് കാണിക്കുന്നത്. മാറ്റാണെങ്കിൽ ആൻഡ്രുവിനോട് പല കാര്യങ്ങളും പറഞ്ഞ് അവനെ ഉപദേശിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ആൻഡ്രു, നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, നീ ഒന്ന് അടങ്ങ്, നമുക്ക് എല്ലാത്തരം വഴിയുണ്ടാക്കാമെന്നെല്ലാം മാറ്റ് പറയുന്നു. പക്ഷെ ആൻഡ്രു ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. അമ്മ മരിച്ചു എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടത് മുതൽ ആൻഡ്രുവിൻ്റെ സ്വഭാവമൊക്കെ മാറി. അവൻ്റെ സ്വഭാവം ഇപ്പോൾ ഒരു മൃഗത്തെ പോലെയായി മാറിയിട്ടുണ്ട്. അവൻ ആ സിറ്റി മൊത്തം തകർത്ത് തരിപ്പണമാക്കുന്നു. പോലീസ് അവനെ വെടിവെച്ച് നിലത്ത് വീഴ്ത്തുന്നു. എന്നാലും തന്റെ ശക്തി കൊണ്ട് അവൻ അവരെയെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. മാറ്റും അവന്റെ തൊട്ടടുത്ത് തന്നെ വീണ് കിടക്കുന്നുണ്ട്. മാറ്റ് അവിടെയുള്ള ഒരു പ്രതിമയിലെ അമ്പ് ആൻഡ്രുവിന്റെ ശരീരത്തിലേക്ക് കയറ്റുന്നു. അങ്ങനെ ആൻഡ്രു മരിക്കുന്നു. അതുകൊണ്ട് മാറ്റ് കരയുന്നു. എത്രയായാലും ആൻഡ്രു അവന്റെ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട് ആയിരുന്നില്ലേ?
പക്ഷെ അവനെ കൊന്നില്ലെങ്കിൽ അവൻ ആ നാട് മുഴുവൻ നശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാണ് മാറ്റ് അവനെ കൊന്നത്. ശേഷം പോലീസുകാർ മാറ്റിനെ വളയുന്നു. കാരണം മാറ്റിനും എന്തോ ശക്തിയുണ്ടെന്ന് ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. അവനെ പിടിച്ചു കെട്ടാനാണ് പോലീസ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അത് മനസ്സിലാക്കി മാറ്റ് അവിടെ നിന്നും പറന്നു പോകുന്നു. മാസങ്ങളോളം അവൻ ഒളിവിൽ കഴിയുന്നു. അങ്ങനെ ഒരു മഞ്ഞുകാലത്ത് അവൻ പുറത്തിറങ്ങുന്നു. അവൻ്റെ കയ്യിലൊരു ക്യാമറയും ഉണ്ട്. അവൻ ആൻഡ്രൂവിനോട് പറയാനുള്ളതെല്ലാം അവൻ ക്യാമറയിൽ പറയുന്നു. ആൻഡ്രൂ, ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പിന്നെ അന്ന് നമുക്ക് ആ ഗുഹയ്ക്കുള്ളിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടെത്തും. ഇനിയുള്ള എൻ്റെ ജീവിതം അതിനു വേണ്ടിയാണ്. ഞാനിപ്പോൾ അവിടേക്ക് പോവുകയാണ്. ബൈ എന്ന് പറഞ്ഞ് മാറ്റ് അവിടെ നിന്ന് പോകുന്നു. അവർക്ക് ഗുഹയ്ക്കുള്ളിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനാണ് അവൻ പോകുന്നത്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അവർക്ക് എങ്ങനെയായിരിക്കും ആ കഴിവുകൾ കിട്ടിയിട്ടുണ്ടാവുക? അവരെങ്ങനെ ആ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ടു? ആരാണ് ആ ഗുഹ മണ്ണിട്ട് മൂടിയത്? ഇങ്ങനെയുള്ള ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എന്തായാലും രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.